ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ചെറുനാരങ്ങ എണ്ണ ചേർക്കാവുന്ന അച്ചാറിടുവാണേ. ഞാൻ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ആ നാരങ്ങ നമുക്കിനി ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. എല്ലാം ഒന്ന് തൊലിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ചൂടൊന്ന് പോട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. നാരങ്ങ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാം. ഇവിടെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുകയാണേ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി. ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം കുറച്ച് മതി, പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം പാകത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 1.5 സ്പൂൺ കടുക് പൊട്ടിച്ചത് അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. എല്ലാം ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടപ്പിലൊന്ന് വയ്ക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് നമ്മൾ ഈ ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ നാരങ്ങയ്ക്കകത്ത് ശകലം വെള്ളമോ എണ്ണയോ ചേർത്തിട്ടില്ല. ഞാൻ ഒരു 2 സ്പൂൺ വിനാഗിരി ഈ ഇളക്കി വെച്ച പാത്രത്തിനകത്തൊന്ന് ഒഴിച്ച് അതൊന്ന് ഇളക്കി നമുക്ക് ആ നാരങ്ങയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. ആ പാത്രത്തിനകത്ത് അരപ്പെല്ലാം കൂടി നാരങ്ങയെല്ലാം നമ്മളിതുപോലെ ഒന്ന് മിക്സാക്കി വീണ്ടും ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചു. അതിൻ്റെ മുകളിൽ നമുക്കൊരു വാഴയില ഇതുപോലെ കമത്തി വയ്ക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മേലോട്ട് വരുന്ന ആവി ആ പാത്രത്തിൻ്റെ അടപ്പിനകത്ത് നിന്ന് വീണ്ടും ആ നാരങ്ങയ്ക്കകത്ത് വീഴും. അപ്പോഴത് കേടായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു ഇല എടുത്തിട്ട് കമഴ്ത്തി വെക്കണം. എന്നിട്ട് വേണം അടപ്പടയ്ക്കാൻ. നാരങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായോ നമുക്കൊന്ന് നോക്കാം. അടപ്പ് തുറന്ന് അരപ്പെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് നാരങ്ങ നമ്മൾ വേറെ ഇനി മാറ്റി വെച്ചാൽ ചൂടൊക്കെ ഒന്ന് പോകാൻ. ചൂട് പോയി കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാർ എങ്ങനെ ആയിരിക്കുന്നത് അതുപോലുള്ള ടേസ്റ്റും അതുപോലെ അലിഞ്ഞിരിക്കും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരിക്കും. 1 വർഷം വേണേലും ഈ നാരങ്ങ ഇതുപോലെ ഇരിക്കും, കേടാവത്തേ ഇല്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.